ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവസാനമായി മാധ്യമങ്ങളെ കണ്ടത് എപ്പോഴാണ്? മാധ്യമപ്രവർത്തകരുടെ നേർക്കുനേരുള്ള ചോദ്യങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി നൽകിയിട്ട് എത്ര കാലമായി? കൃത്യമായി പറഞ്ഞാൽ 10 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ പ്രധാനമന്ത്രി മാധ്യമങ്ങളുടെ നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയത്. ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നായിരുന്നു ആ പ്രധാനമന്ത്രിയുടെ പേര്. 100 മാധ്യമപ്രവർത്തകരുടെ മുൻകൂട്ടി തയ്യാറാക്കാത്ത 62 ചോദ്യങ്ങൾക്ക് അന്ന് അയാൾ മറുപടി നൽകി. സർക്കാരിന്റെ നേട്ടങ്ങളും വീഴ്ചകളും ഏറ്റുപറഞ്ഞിരുന്ന ആ വാർത്താ സമ്മേളനത്തിന് ശേഷം ഇന്ത്യൻ ജനത ഒരു പ്രധാനമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇതുവരെ കണ്ടിട്ടില്ല. മാധ്യമങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും അവസരമുണ്ടായിട്ടില്ല. ജനാധിപത്യ രീതിയിൽ മാധ്യമങ്ങളോട് സംവദിച്ച ആ വലിയ മനുഷ്യന്റെ വിയോഗത്തിലാണ് ഇന്ന് നാട്. ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന സൗമ്യനായ പ്രധാനമന്ത്രി തന്റെ കാലയളവിൽ നേരിട്ടത് 117 വാർത്താ സമ്മേളനങ്ങളായിരുന്നു. തനിക്ക് നേരെ ഉയരുന്ന ചോദ്യങ്ങളോട് മുഖം തിരിക്കാത്ത അവസാന പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹമെന്ന് കാലം ഇന്ന് സാക്ഷ്യം പറയുന്നു. 2004 ഇന്ത്യയുടെ 13ാമത്തെ പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗ് അധികാരത്തിലെത്തുന്നത്. അന്നു മുതൽ 2014 വരെയുള്ള 10 വർഷം മാധ്യമങ്ങളോട് സംവദിക്കണമെന്ന ജനാധിപത്യ ബോധ്യം മൻമോഹൻ സിംഗിനുണ്ടായിരുന്നു. 10 വർഷങ്ങളിലായി 117 വാർത്താ സമ്മേളനങ്ങൾ, അതിൽ 72 എണ്ണം വിദേശ സന്ദർശനങ്ങളിൽ, 23 എണ്ണം ആഭ്യന്തര തലത്തിൽ, 12 എണ്ണം തെരഞ്ഞെടുപ്പുകളും രാഷ്ട്രീയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട്. ഈ വാർത്താ സമ്മേളനങ്ങളിൽ മാധ്യമപ്രവർത്തകർക്ക് വിലക്കുകൾ ഉണ്ടായിരുന്നില്ലെന്നും നേരത്തെ പറഞ്ഞുറപ്പിച്ച ചോദ്യങ്ങളെ പാടുള്ളൂ എന്ന നിബന്ധനയുണ്ടായിരുന്നില്ലെന്നും പല മുതിർന്ന മാധ്യമപ്രവർത്തകരും ഓർത്തെടുക്കാറുണ്ട്. അതായത് യാതൊരു മുൻധാരണകളും ഇല്ലാതെയായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് സംവദിച്ചത്. പ്രധാനമന്ത്രിയുടെ വാർത്താ സമ്മേളനം എന്നത് കേട്ടുകേൾവി പോലും ഇല്ലാതായ 2014 മുതലുള്ള കാലഘട്ടങ്ങളിൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി തിരിച്ചു വന്നിരുന്നെങ്കിലെന്ന് അഭിപ്രായപ്പെട്ടവർ ഏറെയുണ്ട്. മറു ചോദ്യങ്ങൾ ഉയരില്ലെന്നുറപ്പുള്ള മഹാസമ്മേളനങ്ങളിലോ നേരത്തെ തയ്യാറാക്കിയ കുറ്റമറ്റ വീഡിയോ മെസ്സേജുകളിലോ മാത്രമായി സംസാരിക്കുന്ന ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ വിമർശനത്തിനായി ഉപയോഗിച്ചതും മൻമോഹൻ സിംഗിന്റെ വാർത്താ സമ്മേളനങ്ങളുടെ കണക്കുകളാണ്. മാധ്യമങ്ങളോട് സംസാരിക്കാൻ തനിക്ക് ഭയമില്ലെന്ന് മൻമോഹൻ സിംഗ് തന്നെ പലപ്പോഴായും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ദുർബലനായ പ്രധാനമന്ത്രി, സോണിയാഗാന്ധിയുടെ പാവ, മൗനി ബാബ തുടങ്ങിയ പരിഹാസ വാക്കുകൾ പലപ്പോഴായി മൻമോഹൻ സിംഗിനെതിരെ ഉയർന്നു വന്നിരുന്നു. അപ്പോഴെല്ലാം ഞാൻ പതിവായി മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. മൻമോഹൻ സിംഗിന്റെ നേതൃത്വം ദുർബലമാണെന്ന ആരോപണം ശക്തമായിരുന്നു. എന്നാൽ 2014 ജനുവരിയിൽ അവസാനമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ ആരോപണങ്ങളിൽ അദ്ദേഹം ഒരു വിശദീകരണം നൽകി. ഞാനൊരു നിശബ്ദനായ പ്രധാനമന്ത്രിയായിരുന്നുവെന്ന് ആളുകൾ പറയുന്നു. ഈ നിശബ്ദതയ്ക്കും ശബ്ദമുണ്ടെന്നും അവ സ്വയം സംസാരിക്കുമെന്നും ഞാൻ കരുതുന്നു എന്നതായിരുന്നു അതിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം. വിമർശനങ്ങൾക്കെല്ലാം വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തി കൊണ്ടാണ് അദ്ദേഹം മറുപടി നൽകിയത്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ച പുതുയുഗത്തിന് തുടക്കമിട്ട ഭരണകർത്താവായിരുന്നു മൻമോഹൻ സിംഗ്. സാമ്പത്തിക രംഗത്തെ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ, ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കാരങ്ങൾ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, യൂണിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റത്തിന്റെ രൂപീകരണം, വിവരാവകാശ നിയമം, ഇന്ത്യ US സിവിൽ ന്യൂക്ലിയർ കരാർ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ കാലത്തെ ഭരണ നേട്ടങ്ങളാണ്. നിർണായകമായ സാമ്പത്തിക രാഷ്ട്രീയ വെല്ലുവിളികളിൽ നിന്ന് രാജ്യത്തെ കൈപിടിച്ചുയർത്തിയത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെ മികവ് കൂടിയാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ആഗോള ഏകീകരണത്തിനും കളമൊരുക്കുന്ന നിരവധി പരിഷ്കാരങ്ങളും മൻമോഹൻ സിംഗിന്റെ കാലത്തെ സംഭാവനകളാണ്. വിമർശനത്തിന് വിധേയമാകേണ്ട പല സംഭവങ്ങളും അദ്ദേഹത്തിന്റെ 10 വർഷ കാലയളവിൽ ഉണ്ടായിരുന്നെങ്കിലും ജനാധിപത്യ രീതികൾ പാലിക്കാനുള്ള മര്യാദ മൻമോഹൻ സിംഗ് രാജ്യത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വലിയ ശബ്ദമോ ശരീരഭാഷയോ ഇല്ലാതെ വിമർശനങ്ങളെ പോലും പതുങ്ങിയ ശബ്ദത്തിൽ നേരിട്ടത് കൊണ്ട് അദ്ദേഹം ദുർബലനായ ഒരു പ്രധാനമന്ത്രിയാകുന്നില്ല. ഒരുപക്ഷെ മൻമോഹൻ പറഞ്ഞതുപോലെ ചരിത്രം അദ്ദേഹത്തോട് ദയ കാണിക്കുമായിരിക്കും.